ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തേങ്ങാപ്പാലൊക്കെ ചേർത്ത നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ കാണുന്നതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല ബീഫ് 1 കിലോ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വയ്ക്കണം. ഇനി ബീഫ് ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കേണ്ടത് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഓരോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ബാക്കി നമ്മൾ മസാലയിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊരു 10 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വേവുന്ന ബീഫാണെങ്കിൽ ഒരു 5 വിസിലൊക്കെ മതിയാവും. ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് സമയം ക്രമീകരിക്കുക. ഇനി ബീഫിൻ്റെ മസാലയിലേക്ക് 4 വലിയ സവാള നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല, ചതച്ചെടുക്കുമ്പോൾ രുചി കൂടും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർത്താണ് വഴറ്റിയെടുക്കുന്നത്. ഒത്തിരി മൊരിഞ്ഞൊന്നും വരണ്ട. സവാള നന്നായിട്ട് വാടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ അല്പം ചേർത്ത് കൊടുത്തതാണ്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്തിട്ടുണ്ട്. ഈ 2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ മസാലപ്പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാല നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലുള്ള വെള്ളത്തോടു കൂടി തന്നെ ഈ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ബീഫുമായിട്ട് മസാല നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. അതേസമയം അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് ഈ ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. പൊറോട്ട, ചപ്പാത്തി, അപ്പം ഇങ്ങനെയുള്ള പലഹാരങ്ങളുടെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്